ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പുറത്തുവന്ന ടൈംസ് നൗ JVC പോളിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിതീഷ് കുമാർ നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ മുൻഗണനയുള്ള നേതാവ് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായ തേജസ്വി യാദവാണെന്ന കണ്ടെത്തൽ പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. 243 അംഗ ബീഹാർ നിയമസഭയിൽ NDA 120 മുതൽ 140 സീറ്റുകൾ വരെ നേടി കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്നാണ് സർവേ റിപ്പോർട്ട്. അതേസമയം തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധൻ 93 മുതൽ 112 സീറ്റുകൾ വരെ നേടി ശക്തമായ വെല്ലുവിളി ഉയർത്തും. നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകളാണ് ആവശ്യം. സർവേ പ്രകാരം NDA സഖ്യത്തിൽ ഏറ്റവും വലിയ കക്ഷിയായി BJP മാറും. BJP 70 മുതൽ 81 സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ സഖ്യത്തിന്റെ പ്രധാന കക്ഷിയായ ജനതാദളിന് 42 മുതൽ 48 സീറ്റുകളിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. 2020 തിരഞ്ഞെടുപ്പിൽ 74 സീറ്റുകൾ നേടിയിരുന്ന BJP ഇത്തവണയും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന സൂചനയാണിത്. മറ്റ് NDA ഘടക കക്ഷികളായ LJP 5-7 സീറ്റുകളും, ഹിന്ദുസ്ഥാൻ ആവാ മോർച്ചയ്ക്ക് 2 സീറ്റുകളും, രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്ക് 1-2 സീറ്റുകളും നേടാൻ സാധ്യതയുണ്ട്. മഹാഗഠബന്ധനിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് RJD ആണ്. 69 മുതൽ 78 സീറ്റുകൾ വരെ RJD നേടിയേക്കും. സഖ്യകക്ഷിയായ കോൺഗ്രസ് 9 മുതൽ 17 സീറ്റുകൾ വരെയും, ഇടതു പാർട്ടികൾ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുമെന്നും സർവേ പറയുന്നു. CPI-ML 12 മുതൽ 14 സീറ്റുകളും, CPI 1 സീറ്റും, CPM 1 മുതൽ 2 സീറ്റുകളും നേടാൻ സാധ്യതയുണ്ട്. ചെറുകക്ഷികളുടെ പ്രകടനവും ശ്രദ്ധേയമാണ്. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി 1 സീറ്റ് നേടി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നും AIMIM, BSP, മറ്റ് പാർട്ടികൾ എന്നിവർ ചേർന്ന് 8 മുതൽ 10 വരെ സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ജനങ്ങളുടെ താൽപര്യങ്ങളെക്കുറിച്ചുള്ള സർവേ ഫലങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായത്. JVC പോൾ സർവേ പ്രകാരം 33% പേരുടെ പിന്തുണയോടെ തേജസ്വി യാദവാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ 29% പിന്തുണയുമായി രണ്ടാമതാണ്. ഈ കണക്കുകൾ നിതീഷിന്റെ ജനപ്രീതിയിൽ വന്ന ഇടിവും യുവ നേതാവായ തേജസ്വിയുടെ മുന്നേറ്റവും അടിവരയിടുന്നു. ചിരാഗ് പാസ്വാനും പ്രശാന്ത് കിഷോറും 10% പിന്തുണയുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി 9% പിന്തുണ നേടി 4-ാം സ്ഥാനത്തുണ്ട്. ഇത് BJPക്കുള്ളിൽ നിന്നുള്ള നേതാക്കൾക്കും മികച്ച സ്വീകാര്യതയുണ്ടാക്കി കൊടുക്കുന്ന സൂചനയാണ് നൽകുന്നത്. വോട്ട് വിഹിതത്തിന്റെ കണക്കിൽ NDAയും മഹാഗഠബന്ധനും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണ് സർവേ പ്രവചിക്കുന്നത്. NDAക്ക് 41% മുതൽ 43% വോട്ട് വിഹിതം കിട്ടുമ്പോൾ മഹാഗഠബന്ധന് 39% മുതൽ 41% വരെ വോട്ട് ലഭിക്കും. ഈ ചെറിയ വ്യത്യാസം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ പ്രചാരണങ്ങളെയും വോട്ടർമാരുടെ പ്രതികരണങ്ങളെയും ആശ്രയിച്ച് ഫലങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ജനസ്വരാജ് പാർട്ടിക്ക് 6 മുതൽ 7% വരെയും, മറ്റ് ചെറുകക്ഷികൾക്ക് 10% മുതൽ 11% വരെയും വോട്ട് വിഹിതം ലഭിക്കാനാണ് സാധ്യത. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 6-നും 11-നുമായി 2 ഘട്ടങ്ങളിലായി നടക്കുന്നത്. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. സംസ്ഥാനത്ത് ആകെ 7.42 കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 24-ലെ വോട്ടർമാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 65 ലക്ഷം വോട്ടർമാരെ കരട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDAയ്ക്കായിരുന്നു വിജയം. അന്ന് 110 സീറ്റിൽ മത്സരിച്ച BJP 74 സീറ്റുകൾ നേടുകയും 19.8% വോട്ട് വിഹിതം നേടുകയും ചെയ്തു. JDU 115 സീറ്റിൽ മത്സരിച്ചതിൽ 43 സീറ്റുകൾ നേടുകയും 15.7% വോട്ട് നേടുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ ആവാ മോർച്ച 7 സീറ്റിൽ മത്സരിച്ച് 4 സീറ്റുകൾ നേടിയിരുന്നു. പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ബീഹാർ ഭരണം NDA നിലനിർത്തുമെങ്കിലും സംസ്ഥാനത്ത് നിതീഷ് കുമാറിന്റെ വ്യക്തമായ സ്വാധീനം കുറഞ്ഞുവെന്നും യുവ നേതാവായ തേജസ്വി യാദവ് ഒരു ശക്തമായ ബദലായി ഉയർന്നു വന്നിരിക്കുന്നു എന്നുമാണ്. വോട്ടെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ ഇരു മുന്നണികളുടെയും തന്ത്രങ്ങളും പ്രചാരങ്ങളും നിർണായകമാകും.